ഹലോ, അപ്പൊ ഞങ്ങള് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവാണ്. ഓൺ ദ വേ. അപ്പൊ ഞങ്ങൾ ഇതാ 2 കാറിലായിട്ടാ പോകുന്നത്. ചാച്ച ഹായ് പറയച്ചാ. ഹായ് പറയൂ. അപ്പൊ ഞങ്ങള് ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനും അമ്മയും അച്ഛനും വലിയ എല്ലാവരും ഫ്രണ്ട് കാറിൽ പോകുന്നുണ്ട്. ഞാനും ഉണ്ണിയും രാജേഷ് ഏട്ടനും അച്ഛനും ഒക്കെ കൂടി ഈ കാറിലാണ് പോകുന്നത്. ഓക്കെ ബൈ. ഹലോ, അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നമ്മളെപ്പോഴും പുലർച്ചെ രാവിലെയൊക്കെയാണ് പോവൽ കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ വൈകുന്നേരം ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോകുന്നത്. വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നും നടക്കാറില്ല. പെട്ടെന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ പെണ്ണ് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ അച്ഛന് വയ്യാതിരുന്നപ്പോൾ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരെത്തി. മേമ, അമ്മ, നിധിക്കുട്ടി, പൊന്നുമ്മ, നിധി. അതാ ഹായ് പറ. ഹായ്. നമ്മുടെ കുറുമം തെച്ചു നിധിക്കുട്ടി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ 7:30 ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. സാധാരണ നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം പോകുമ്പോൾ തിരക്ക് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരാം കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് ഓടി നടക്കുകയാണ് നിധിക്കുട്ടിയിട്ടാണ്. ആ സമയം ഇപ്പം 10:30 10:30ക്കാണ് കുഞ്ഞിപ്പെണ്ണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറുന്ന സമയത്ത് നേരത്തെ ഹാൻഡ് ബാഗൊക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് പേഴ്സ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിപ്പെണ്ണിനുള്ള വെള്ളവും പാൽക്കുപ്പിയൊക്കെ ഞങ്ങൾ കയ്യിലാണ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഉണ്ണിക്കണ്ണനെ നന്നായി കണ്ട് തൊഴാൻ പറ്റി. കുഞ്ഞിപ്പെണ്ണ് നന്നായി കണ്ട്. ആൾ ഉറങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞു കേട്ടോ. ആളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേമയുടെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ പിടിച്ച് ഭയങ്കര കരച്ചിലും, നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ ഇത് മേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇതും പിടിച്ച് ആളെ ഹാപ്പി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരു, എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എന്ത് കാര്യം അങ്ങനെ പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ അച്ഛനെ വയ്യാതിരുന്ന സമയത്ത് ഇവിടെ നേർച്ച ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പനടുത്ത് അച്ഛനെ കൊണ്ടുവരണമെന്ന്. പിന്നെ അതും എല്ലാ ആഗ്രഹങ്ങളും നടന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും അതേ ഗുരുവായൂരപ്പനെ കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് വരാൻ എല്ലാവർക്കും കൂടി പറ്റി. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.